ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ പോണ്ട് ഒന്ന് റീസെറ്റ് ചെയ്യാനാണ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ പോണ്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ പോണ്ടിൽ മൊത്തം 4 കോഴിക്കാർപ്പുകളുണ്ടായിരുന്നു. അത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൽ 3 ഇവിടെ നമുക്ക് മിസ്സിംഗ് ആണ്. അപ്പോഴാണ് ഇടയ്ക്ക് വന്ന് ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കാനുള്ള കൊക്കിനെ പറ്റി ഞാൻ ആലോചിച്ചത്. ഈ കൊക്കാശാനാണ് നമ്മുടെ 3 കോഴിക്കാർപ്പിനെ അടിച്ചു മാറ്റിയിട്ടുള്ളത്. ഒന്നാമത് ഈ പോണ്ടിൽ ഒരുപാട് കബോബയും അതുപോലെ പായലുകളൊക്കെ ആയതുകൊണ്ട് ഞാനെല്ലാം റിമൂവ് ചെയ്ത് മൊത്തത്തിലൊന്ന് പോണ്ട് ക്ലീനാക്കി. അതുപോലെ നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ കൂട്ടായിട്ടൊരു ഗപ്പിനെ കൂടി നമ്മൾ ഇതിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പായലൊക്കെ വാരി വെച്ചേക്കണേ ഞാൻ ഈ പോണ്ടിൽ നിന്ന് എടുത്താണ്. അതുപോലെ കബോബ. അപ്പോൾ ഇനി അധികം കബോബ ഇട്ട് നമ്മൾ ഫില്ലാക്കാൻ ചാൻസ് ഇല്ല. കാരണം കബോബ ഇടാൻ നേരത്ത് ഒരുപാട് വേസ്റ്റ് ആവുന്നുണ്ട് വെള്ളം പെട്ടെന്ന്. മാത്രമല്ല പെട്ടെന്ന് കബോബ ഗ്രോത്തായിട്ട് ഈ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്നതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്കൊരു വിസിബിലിറ്റി കിട്ടണില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ പായൽ മാത്രം ഇട്ട് കൊടുക്കാനാണ് പ്ലാൻ. കാരണം പായലുള്ളതൊരു സേഫ്റ്റിയാണ്. കാരണം കൊക്ക് വന്ന് നോക്കാൻ നേരത്ത് പെട്ടെന്ന് അങ്ങോട്ട് കൊത്തിയെടുക്കാനൊന്നും പറ്റില്ല പായലുള്ളതുകൊണ്ട്. അതുപോലെ നമ്മൾ ഈ നെറ്റ് വിരിച്ചു കൊടുക്കാനാണ് ഇനിയിപ്പോൾ പോകുന്നത്. ഈ നെറ്റ് അത്യാവശ്യം അടുത്തടുത്ത കണ്ണി ആയതുകൊണ്ട് തന്നെ കൊക്കിനെ പെട്ടെന്ന് കോഴിക്കാർപ്പിനെ കൊത്തിയെടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.